ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിൽ ചലച്ചിത്ര താരങ്ങൾ, ചലച്ചിത്ര പ്രവർത്തകർ പലരും തുറന്നു പറയുന്നുണ്ട്. പല വിവാദങ്ങളും അത് കൊടുമ്പിരി കൊള്ളുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. സംഘടന AMMയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ ഇന്നലെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ആരാണ് പരാതി പറഞ്ഞത് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലില്ല എന്നുള്ളതാണ്. ആർക്കെതിരെ ആരോപണം എന്നുള്ളതുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും സാങ്കേതികമായിട്ട് ആർക്കെതിരെയും ഒരു നടപടിയോ നിലപാടോ സ്വീകരിക്കാനാവില്ല. ഇന്നിപ്പോൾ സംവിധായകനും അതുപോലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന ഒന്നിലധികം പേർ അത് വരികയും ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ആരോപണം ഉയരുന്നുണ്ട്. അദ്ദേഹം ആ പദവി രാജിവെക്കണമെന്ന അടക്കമുള്ള ആവശ്യം ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളെ നോക്കിക്കാണുന്നത്? എന്ത് നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ സംഘടന മുന്നോട്ട് വയ്ക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക? സംഘടനയ്ക്ക് അതിൽ വ്യക്തത കുറവൊന്നുമില്ല. ഇപ്പം രഞ്ജിത്തേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സീനിയറായ നല്ല ക്വാളിറ്റി ഉള്ള പടങ്ങൾ ചെയ്തിട്ടുള്ള റൈറ്റർ കം ഡയറക്ടറാണ്. അത് നമ്മൾ മാറ്റി നിർത്തുന്നു. ഇതിപ്പോ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് സിനിമയിലെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിയോട് കയ്യിൽ കയറി പിടിച്ചു. ആ പിടുത്തത്തിൽ മോശമായി ആ പെൺകുട്ടിക്ക് തോന്നി എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞ പരാതി. അത് പിന്നീട് ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, എന്റെയൊക്കെ രഞ്ജിത്ത് ഒരു സോറി പറഞ്ഞാൽ മതി, എനിക്ക് ആ പ്രശ്നം തീർന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നത്. രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട്, ഞാൻ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവരെ വിളിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ആ ക്യാരക്ടറിന് പറ്റാതെ നാച്ചുറലി ഒരു ഡയറക്ടർ കയ്യിൽ പിടിച്ച് നോക്കിയിരിക്കാം, എനിക്കറിയില്ല അതിന്റെ വസ്തുത എന്താന്ന്. അല്ലാതെ ഞാൻ അതിനെ ഒരു തെറ്റായ രീതിയിൽ നോക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടുപേരും പറയുന്നതിന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു അന്വേഷണ കമ്മീഷനുണ്ട്, അന്വേഷണ ഒരു ഏജൻസി ഉണ്ട്, അവരന്വേഷിക്കട്ടെ. നമ്മൾ ഒരാളെ സ്റ്റാമ്പ് ചെയ്തിട്ട് പിന്നീട് തോന്നുകയാണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേസുകൾ അതിനാസ്പദമായി. ഇപ്പൊ ചാരക്കേസ് തന്നെ നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ആ നമ്പിനാരായണൻ സാറും എല്ലാവരും കുറ്റക്കാരാണെന്ന് എല്ലാവരും പറഞ്ഞ് നമ്മൾ ഒരു മന്ത്രിസഭ വരെ താഴെപ്പോയി, ഒരു മുഖ്യമന്ത്രി വരെ താഴെപ്പോയ ഒരു നാടാണ് നമ്മുടേത്. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പറയുന്നു അങ്ങനെ ഒരു സാധനമില്ലായിരുന്നു. കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഒരു ഭീകരമായ ഒരു സംഭവത്തിലോട്ട് എത്തിപ്പെട്ടതാണ്, ഒരു ഇഷ്യൂ ഉണ്ടായതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു അദ്ദേഹം അതിനകത്തില്ല. അപ്പൊ ഈ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നു, അതിൽ ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബവും എല്ലാം തകർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പം അതൊരു തെറ്റായ സംഭവമായിരുന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള ലെവലിലും ഒരു നടൻ എന്നുള്ള ലെവലിലും ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഞങ്ങൾ കണ്ണുമടച്ചൊരൊറ്റ ഡിസിഷനെ പറയുന്നുള്ളൂ. സാറ് തെറ്റുകാരനാണെങ്കിൽ സാറിനെ അനുകൂലിക്കാൻ വ്യക്തിപരമായിട്ട് ഞാനും നിൽക്കില്ല, അമ്മയുടെ ഭാരവാഹി എന്നുള്ള ലെവലിലും ഞാൻ നിൽക്കില്ല, അമ്മയും നിൽക്കില്ല. നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, രഞ്ജിത്ത് സാറ് തെറ്റുകാരനാണെന്ന് തോന്നിയാൽ സംഘടന ഒരിക്കലും സാറിനെ അനുകൂലിച്ച് നിൽക്കില്ല. അതുവരെ അന്വേഷണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ വേണ്ടേ? കാരണം അതൊരു മനുഷ്യനോട് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. അത് വരട്ടെ. അവരെ അവിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. ആ സ്ത്രീക്ക് ഉണ്ടായി എന്ന് അവർ പറയുന്ന തിക്താനുഭവം എന്ന് പറയുന്നതിന് ഞാൻ അതിനെ എതിർത്ത് പറയുന്നില്ല. അത് ശരിയായിരിക്കാം. രഞ്ജിത്ത് സാർ ഒരു വേർഷം പറഞ്ഞിരിക്കും. ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് അതിനെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി അത് ന്യായമാണെന്ന് തെളിയട്ടെ. ആ സമയത്ത് അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണോ വേണ്ടിയോ, അതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പം രഞ്ജിത്ത് സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എനിക്കതേ പറയാൻ പറ്റൂ. ജയൻ വ്യക്തിപരമായിട്ട് ഞാനാണെങ്കിൽ പറയും, ഇങ്ങനെ എന്റെ പേരിൽ ഒരു പരാതി വന്നു, അയ്യോ ഞാൻ മാറി നിൽക്കാം, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ തെറ്റുകാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തിക്കൊള്ളൂ. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. ഇത് സംഘടന വെക്കുന്ന അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റഭിപ്രായമല്ല. നമ്മളെ പേരിൽ ഒരു ആരോപണം വന്നു കഴിയുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്നെ നിങ്ങൾ സംശയത്തിന്റെ മുൾമുലയിൽ നിർത്തുകയാണ്, ഞാൻ മാറി നിൽക്കുക, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ എന്ന് പറയാൻ ആയിരിക്കും ഞാൻ ശ്രമിക്കുക. എനിക്ക് ഉപദേശിക്കാൻ പറ്റില്ല സാറിന്റെ കയ്യിൽ, പക്ഷെ എനിക്ക് എന്റെ കാഴ്ചപ്പാട് അതാണ്. അതേ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് നല്ലതല്ലേ? കാരണം വേറൊന്നുമല്ല, അത് രഞ്ജിത്ത് സാറിന്റെ വില കൂട്ടുകയുള്ളൂ സമൂഹത്തിൽ. കാരണം അദ്ദേഹം അങ്ങനെ ഈ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്നതിനേക്കാളും വലിയ സ്ഥാനം സിനിമയിൽ ഉള്ളയാളാണ്. അദ്ദേഹം ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നിരപരാധിയാണെന്നുള്ള അദ്ദേഹത്തിന് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഏത് അന്വേഷണത്തെ നേരിടാൻ അദ്ദേഹം പറഞ്ഞല്ലോ, അന്വേഷണം വരട്ടെ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം വരട്ടെ. സംഘടനയെ സംബന്ധിച്ചോ വ്യക്തിപരമായിട്ട് ഞാനോ അദ്ദേഹത്തെ ഈ ആരോപണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പം നമുക്ക് കുറ്റക്കാരനായിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കും പറ്റില്ലല്ലോ. നമ്മൾ തെളിവുകൾ ഇപ്പം നിങ്ങൾ പോലും വാർത്തകളിൽ കൊടുക്കുന്നത് രഞ്ജിത്തിനെതിരെ ആരോപണം എന്നാണ്. അപ്പം രഞ്ജിത്ത് കുറ്റക്കാരൻ നിങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കത് പറയാൻ സാധിക്കില്ല. വരട്ടെ, അന്വേഷണം കഴിയട്ടെ. അന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ഒരിക്കലും സംഘടന അദ്ദേഹത്തോടൊപ്പം നിൽക്കില്ല. അന്വേഷണം നടത്തേണ്ടത് സർക്കാരാണ്. പല സംഘടനകളും, പ്രതിപക്ഷ സംഘടനകളൊക്കെ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ നടിയും നൽകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കാതെ മന്ത്രിയും പറയുന്നത് ഇതാണ്, അന്വേഷണത്തിൽ തെളിയട്ടെ.
തെറ്റുകാരനാണെന്ന് കണ്ടാൽ സംരക്ഷിക്കില്ല. പക്ഷെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ കേസെടുക്കാനോ സർക്കാർ തയ്യാറാകണ്ടേ ഈ സാഹചര്യത്തിൽ? ഉറപ്പായിട്ടും അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഇങ്ങനൊരു ആരോപണം വന്നു കഴിയുമ്പോൾ അത് സർക്കാർ അന്വേഷിക്കട്ടെ. കാരണം പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു ബോർഡിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളത് സമൂഹത്തിന് തോന്നാൻ പാടില്ല. അത് സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ട് അന്വേഷിക്കുക തന്നെ വേണം. സർക്കാർ അന്വേഷിക്കട്ടെ, അന്വേഷിക്കും. കാരണം അങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ഒരിക്കലും അന്വേഷിക്കാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർ അന്വേഷിക്കുക തന്നെ ചെയ്യും.